മലങ്കര സഭാ തർക്കത്തിൽ ഇടപെടാമെന്ന് യാക്കോബായ സഭയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. സഭകളുടെ ഐക്യവും ന്യൂനപക്ഷങ്ങളുടെ അവകാശവും ചർച്ചയായി. കോടതിക്ക് പുറത്ത് തർക്കപരിഹാരം ഉണ്ടാകണമെന്ന യാക്കോബായ സഭാ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിഘടിച്ചു നിൽക്കുന്ന സഭകൾ ഒന്നിക്കണമെന്നും ഇതിനായി ഇടപെടലുകൾ നടത്താമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. സഭാ ഐക്യത്തെ യാക്കോബായ സഭ എല്ലാ കാലവും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്ന് പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ. ന്യൂനപക്ഷങ്ങളിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി കേന്ദ്ര ഇടപെടൽ വേണമെന്നും യാക്കോബായ സഭ ആവശ്യപ്പെട്ടു. YS അഭിനന്ദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, നിർണായകമായ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. ഈ മലങ്കര സഭാ തർക്കത്തിൽ ഇടപെടാമെന്നുള്ള ഉറപ്പാണ് യാക്കോബായ സഭയ്ക്ക് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ടൊരു നീക്കമല്ലേ? തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നരേന്ദ്രമോദിയുമായി യാക്കോബായ സഭാ നേതൃത്വം ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേലിൽ നിന്നെത്തിയ യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ഈ പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ എത്തിയതിനു ശേഷം 1.5 മണിക്കൂറായിരുന്നു കൂടിക്കാഴ്ച ഉണ്ടായത്. കേരളത്തിൽ നിന്നുള്ള NDA നേതാക്കളായിട്ടുള്ള സാബു M ജേക്കബ്, രാജി ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പാത്രിയാർക്കീസ് ബാവയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ മലങ്കര യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. സുപ്രീം കോടതി വിധിയുള്ളതാണ്. ആ വിധിയുടെ കുറേയധികം പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തർക്കമായി കേരളത്തിലെ പള്ളികളിലുണ്ട് എന്നൊക്കെയായിരുന്നു പാത്രിയാർക്കീസ് ബാവ പ്രധാനമന്ത്രിയെ കണ്ട് ബോധിപ്പിച്ചത്. സഭകളുടെ ഐക്യവും ന്യൂനപക്ഷങ്ങളുടെ അവകാശവും കൃത്യമായി തന്നെ ഉറപ്പാക്കാൻ വേണ്ടി ഇടപെടൽ അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ജയിപ്പിക്കുന്ന രീതിയിലേക്ക് തങ്ങൾ ഇടപെടുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിഘടിച്ചു നിൽക്കുന്ന സഭകൾ ഒന്നിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇടപെടലുകൾ കൃത്യമായി തന്നെ നടത്താമെന്ന് ഉറപ്പ് നൽകിയതായുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സഭാ ഐക്യത്തെ യാക്കോബായ സഭ എല്ലാ കാലവും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്ന് പരമാധ്യക്ഷൻ വ്യക്തമാക്കി. കാരണം സഭാ ഐക്യമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആത്യന്തികമായി എല്ലാവരും ക്രിസ്ത്യാനികളാണ്. ക്രിസ്തു മതത്തിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്ത് നിൽക്കേണ്ടവരാണ് ഓരോ സഭക്കാരും. അപ്പോൾ വിഘടിച്ചു നിൽക്കേണ്ട ആവശ്യം കേരളീയ സമൂഹത്തിന് ഹാനികരമാകുമെന്നും പാത്രിയാർക്കീസ് ബാവ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രതികരണത്തിനൊന്നും ഇപ്പോൾ തയ്യാറായിട്ടില്ല. സാബു M ജേക്കബ് അടക്കമുള്ള ആളുകൾ എത്തുന്നതോടുകൂടി രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഇത്തരത്തിലേക്കുള്ള തർക്കത്തിൽ ഇടപെടുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യവും കൂടി ഏറുകയാണ്. ആര്യ, തീർച്ചയായും രാഷ്ട്രീയ പ്രാധാന്യം കൂടി ആ വിഷയത്തിൽ ഏറുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. YS അഭിനന്ദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മലങ്കര സഭാ തർക്കത്തിൽ ഇടപെടാമെന്നുള്ള ഉറപ്പാണ് യാക്കോബായ സഭയ്ക്ക് പ്രധാനമന്ത്രിയുടെ പക്കൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.